നമസ്കാരം. 8th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? സ്റ്റേറ്റ്മെൻറ്റും റീസണുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ ടു കൺഫേം ദ ചാർജ് ഓഫ് ടു ഒബ്ജക്ട്സ് ഈസ് നോട്ട് റിപ്പൽഷൻ ബട്ട് അട്രാക്ഷൻ. അതായത് രണ്ട് വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സൂചകം വികർഷണമല്ല, മറിച്ച് ആകർഷണമാണെന്നാണ് അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അത് കറക്റ്റ് ആണോ സ്റ്റേറ്റ്മെൻറ്റ്? ശരിക്കും രണ്ട് വസ്തുക്കളുടെ ചാർജ് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗ്ഗം ഏതാണ്? നമ്മൾ പഠിച്ചതാണല്ലേ, റിപ്പൽഷനാണ്, അതായത് വികർഷണമാണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. When two objects with like charges are brought near each other, they repel, while objects with opposite charges attract. അല്ലേ, സമാന ചാർജുകളുള്ള രണ്ട് വസ്തുക്കൾ പരസ്പരം അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവയ്ക്ക് എന്ത് സംഭവിക്കും? അവ വികർഷിക്കും. വിപരീത ചാർജുള്ളവ എങ്ങനെയാണ്? അത് ആകർഷിക്കുകയും ചെയ്യും. മനസ്സിലായില്ല? അപ്പോൾ അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് കറക്റ്റ് ഇതാണ്. റീസൺ എന്ന് വെച്ചാൽ കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? അത് റോങ് ആണ്. ഓപ്ഷൻസ് നോക്കാം. Both the statement and the reason are true and the reason correctly explain the statement. സ്റ്റേറ്റ്മെൻറ്റ് റീസണും ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് അല്ലേ? അപ്പോൾ അത് തെറ്റായ ഓപ്ഷനാണ്. ദെൻ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ റീസൺ ആർ ട്രൂ, അതും നോക്കണ്ട. സ്റ്റേറ്റ്മെൻറ്റും റീസണും ട്രൂ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ശരിയല്ലല്ലോ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ബട്ട് ദ റീസൺ ഈസ് ഫോൾസ്. റീസൺ ശരിയാണ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഫോൾസ് ആണ് അല്ലേ? അപ്പം ഇതുമല്ല. ഇവിടെ നാലാമത്തെ നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് ബട്ട് ദ റീസൺ ഈസ് ട്രൂ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവന അവിടെ തെറ്റാണ്, പ്രസ്താവന തെറ്റാണ്, പക്ഷെ എന്താണ്? റീസൺ ശരിയാണ്. പ്രസ്താവന തെറ്റാണ്, കാരണം എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ആർ. ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടല്ലോ, ഇലക്ട്രോമാഗ്നറ്റ് വൈദ്യുതകാന്തം, വൈദ്യുതകാന്തത്തിൻ്റെ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റ്സ് ആർ മെയ്ഡ് ബൈ വൈൻഡിങ് എ വയർ അറൗണ്ട് എ മാഗ്നറ്റ് മെറ്റീരിയൽ സച്ച് ആസ് അയൺ. ഇല്ല, ഇരുമ്പ് പോലുള്ള കാന്തിക വസ്തുവിന് ചുറ്റും വയർ ചുറ്റിയാണ് ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. ശരിയാണല്ലോ, അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ദ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റ് ക്യാൻ ബി ഈസിലി അഡ്ജസ്റ്റഡ് ബൈ ചേഞ്ചിങ് ദ കറന്റ് പാസിംഗ് ത്രൂ ദ വയർ. അതായത് വയറിലൂടെ കടന്നു പോകുന്ന വൈദ്യുതകാന്തികത മാറ്റുന്നതിലൂടെ ഒരു വൈദ്യുതകാന്തത്തിൻ്റെ ശക്തി നമുക്ക് എളുപ്പത്തിൽ ക്രമീകരിക്കാൻ പറ്റും ഇല്ലേ? നമ്മൾ കറണ്ട് എന്തുമാത്രമാണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള അതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കറക്റ്റാണ്. ഇലക്ട്രോമാഗ്നറ്റ്സ് റീറ്റെയിൻ ദെയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഈവൻ വെൻ ദ കറണ്ട് ഈസ് സ്വിച്ച്ഡ് ഓഫ്. അതായത് കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്താലും അവയുടെ കാന്തിക ഗുണം റീറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇലക്ട്രോമാഗ്നറ്റ്സ് ആർ ഓൾവേസ് വീക്കർ ദാൻ പെർമനന്റ് മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റിനേക്കാളും വീക്കറാണ്. അതും റോങ് ആണല്ലോ. അപ്പോൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണല്ലേ ഇവിടെ കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. 1ഉം 2ഉം ഇല്ല, അതാ ഇവിടെ കൊടുക്കുന്നത് ആദ്യത്തെ എ ആണ് കേട്ടോ. ബാക്കിയെല്ലാം റോങ് ആണ്. എ ആണ് കേട്ടോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എ ആണ്. അടുത്ത നോക്കിയേ. ഒബ്സർവ് ദ ഡിവൈസ് ഷോൺ. ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ദ ഡയഗ്രാം ഗിവൺ. ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് എന്താണ് ഡിവൈസ് എന്നാണ് ചോദിച്ചിരുന്നത്. ഏത് ഡിവൈസ് ആണ്? മാനോമീറ്റർ ആണ് അല്ലേ? ഇതെന്താണ്? മാനോമീറ്റർ ആണ്. ദെൻ ഈ ഉപകരണത്തിന് ഉപയോഗം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഡിവൈസ്? എന്തിനു വേണ്ടിയാണ്? ടു മെഷർ. എന്താണ്? ടു മെഷർ പ്രഷർ അല്ലേ? പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മാനോമീറ്റർ ഉപയോഗിക്കുന്നത് ഇല്ലേ? പ്രഷർ കണ്ടുപിടിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഹാപ്പൻസ് വെൻ എ ചാർജർ ഒബ്ജക്റ്റ് ഈസ് കണക്റ്റഡ് ടു ദ എർത്ത്. ഒരു ചാർജർ ഒബ്ജക്റ്റ്, ഒരു ചാർജർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അത് എർത്തുമായിട്ട് കണക്ട് ചെയ്ത്, എങ്ങനെ എർത്തിങ് കൊടുത്ത് ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ചാർജ് ഉള്ളതാണ്, അതിവിടെ നമ്മൾ എർത്തുമായിട്ട് കണക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് അല്ലേ? പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ അല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് എർത്തുമായിട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒന്നുകിൽ എന്താണ്? ഇലക്ട്രോൺസ് ഇങ്ങോട്ട് അല്ലേ, ഇലക്ട്രോൺസ് എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. അല്ലെങ്കിൽ എന്താണ്? എർത്തിൽ നിന്നും ഇല്ലേ, എർത്തിൽ നിന്നും എന്താണ് ഇലക്ട്രോൺസ് വസ്തുവിലേക്കും വരും. മനസ്സിലായല്ലോ? ഇലക്ട്രോൺസ് ഫ്ലോസ് ഐദർ ഫ്രം എർത്ത്. എർത്തിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റിൽ നിന്നും ഇലക്ട്രോൺസ് എർത്തിലേക്കും ഫ്ലോ ചെയ്യും. മനസ്സിലായല്ലോ? ഇലക്ട്രോൺസ് ഫ്ലോ ഐദർ ഫ്രം എർത്ത് ടു ദ ഒബ്ജക്റ്റ് ഓർ ഫ്രം ദ ഒബ്ജക്റ്റ് ടു ദ എർത്ത്. ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ അല്ലെങ്കിൽ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ ഒഴുകുകയാണ് ചെയ്യുന്നത്, അതായത് എർത്തിങ് കൊടുത്തു കഴിഞ്ഞാൽ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗീവ് റീസൺ. ഹോൾസ് ആർ മെയ്ഡ് ഓൺ ദി ഇഞ്ചക്ഷൻ ബോട്ടിൽ വിത്ത് എ നീഡിൽ. റീസൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഇതുണ്ടല്ലോ, ബോട്ടിലിൽ നമ്മൾ നീഡിൽ വെച്ച് അവർ ചെയ്യാറുണ്ടല്ലോ, ഹോൾസ് ഉണ്ടാക്കാറുണ്ട്. അതിന് റീസൺ എന്താണ്? ഹോൾസ് വെക്കുമ്പോൾ എന്താണ്, എയർ ഇല്ലേ, എയർ അവിടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ എന്താണ്, അവിടുത്തെ പ്രഷർ അവിടെ ബാലൻസ് ചെയ്യും ഇല്ലേ, ഉള്ളിലെ പ്രഷർ അവിടെ ബാലൻസ് ചെയ്യും. അതായത് പ്രഷർ ഇല്ലാത്ത വാക്വം സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അത് ലിക്വിഡിൻ്റെ ഫ്ലോ ഈസി ആയിട്ട് പോവുകയല്ല. അപ്പം വാക്വം കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ പ്രഷർ അവിടെ ഈക്വൽ ആവും. അപ്പോൾ ഈസി ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ലിക്വിഡ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ റീസൺ. കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൻസർ. എ ഹോൾ ഈസ് മെയ്ഡ് ഇൻ ആൻ ഇൻഡക്ഷൻ ബോട്ടിൽ വിത്ത് എ നീഡിൽ ടു അലോ എയർ ടു എൻറ്റർ വിച്ച് ഈക്വലൈസസ് ദ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ആൻഡ് പ്രിവെൻറ്റ്സ് എ വാക്വം from forming. This is necessary because as a liquid medication flows out, it creates a vacuum that can slow or stop the flow. അതായത് വായു അകത്തേക്ക് കിടക്കുന്നതിനായി സൂചി ഉപയോഗിച്ചിട്ട് ആ ഇഞ്ചക്ഷൻ കുപ്പിയിൽ ദ്വാരം ഉണ്ടാക്കുന്നു. അതാണ് കുപ്പിക്കുള്ളിലെ മർദ്ദം തുല്യമാവുകയും അവിടെ നിന്നാണ് വാക്വം അവിടെ രൂപപ്പെടുത്തുന്നത് തടയുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഈ ദ്രാവക രൂപത്തിലുള്ള മരുന്ന് പുറത്തോട്ട് ഒഴുകുമ്പോൾ വാക്വം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ്, അതായത് മരുന്നിൻ്റെ ഒഴുക്ക് നല്ലോണം ക്ലിയർ ആകണം, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്താണ് അവിടെ ഹോൾസ് ഇടുന്നത് കേട്ടോ. ആ വാക്വം മരുന്നിൻ്റെ ഒഴുക്കിനെ സാവധാനത്തിലാക്കാനോ തടയാനോ കാരണമാക്കും. അപ്പോൾ ആ വാക്വം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഹോൾസ് ഇടുന്നത്. Next question. Magnets are classified into natural magnets and artificial magnets. Write an example of natural magnet. How are ferrite magnets are made? കാന്തങ്ങളെ പ്രകൃതിദത്ത കാന്തങ്ങളെന്നും കൃത്രിമ കാന്തങ്ങളെന്നും തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. പ്രകൃതിദത്ത കാന്തത്തിന് ഒരു ഉദാഹരണം എഴുതുക. അതുപോലെ ഫെറൈറ്റ് കാന്തങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് പ്രകൃതിദത്ത കാന്തം അല്ലെങ്കിൽ നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ ഏതാണ്? ലോഡ് സ്റ്റോൺ അല്ലേ. ലോഡ് സ്റ്റോൺ ആണ് നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഫെറൈറ്റ് കാന്തങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? അയൺ ഓക്സൈഡ് അല്ലേ, അയൺ ഓക്സൈഡ് മിക്സ് ചെയ്യുന്നുണ്ട് കാർബണേറ്റഡ് എലമെൻസുമായിട്ട്. അയൺ ഓക്സൈഡ് കേട്ടോ, മിക്സിങ് ഓഫ് അയൺ ഓക്സൈഡ് എന്ന് പറയാം കേട്ടോ. മിക്സിങ് ഓഫ് അയൺ ഓക്സൈഡ് വിത്ത് ഇതുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്, കാർബണേറ്റഡ് എലമെൻസുമായിട്ട് കേട്ടോ, വിത്ത് കാർബണേറ്റഡ് എലമെൻസുമായിട്ട് മിക്സ് ചെയ്ത് അയൺ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഫെറൈറ്റ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോഡ് സ്റ്റോൺ ആണ് നാച്ചുറൽ മാഗ്നറ്റ്. ബൈ മിക്സിങ് അയൺ ഓക്സൈഡ് വിത്ത് കാർബണേറ്റഡ് എലമെന്റ്സ് ലൈക്ക് ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺഷ്യം കേട്ടോ. അയൺ ഓക്സൈഡ് ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺഷ്യം പോലെയുള്ള മൂലകങ്ങളുടെ കാർബണേറ്റുകളുമായിട്ട് കലർത്തിയിട്ടാണ് നമ്മൾ ഫെറൈറ്റ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡസ് എ ചാർജ്ഡ് ബോഡി ലോസ് ഇറ്റ്സ് ചാർജ് വെൻ കണക്റ്റഡ് ടു ദ എർത്ത്? അതായത് ഭൂമിയുമായി ബന്ധിപ്പിക്കുമ്പോൾ ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ ചാർജ് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? നമ്മൾ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അധികമുള്ള എക്സസ് ആയിട്ടുള്ള ചാർജ് ഭൂമിയിലേക്ക് ഒഴുകും അല്ലേ. ഭൂമിക്കൊരു ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. ഇലക്ട്രോണുകളെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാനോ അതുപോലെ വിട്ടുകൊടുക്കാനുള്ള ഒരു എബിലിറ്റി ഭൂമിക്കുണ്ട് അല്ലേ, ഒരു കഴിവുണ്ട്. അതുകൊണ്ട് ചാർജ് ചെയ്ത വസ്തുവിനെ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള ചാർജ് എന്താണ്, ഭൂമിയിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇനി വൈ ഈസ് എർത്ത് കൺസിഡർഡ് ടു ബി എ വാസ്റ്റ് റിസർവ് ഓഫ് ചാർജസ്? ഭൂമിയെ ചാർജുകളുടെ ഒരു സംഭരണിയായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഭൂമി എന്ന് പറഞ്ഞ ചാർജിൻ്റെ വലിയൊരു ഒരു ശേഖരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എർത്ത് ഈസ് കൺസിഡർഡ് എ വാസ്റ്റ് റിസർവ് ഓഫ് ചാർജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതിന് കാരണം എന്താണ്? മൊത്തത്തിലുള്ള ചാർജിൽ മാറ്റം വരുത്താതെ തന്നെ ഏതളവിലുള്ള ചാർജിനെ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാനോ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഭൂമി ഒരു റിസർവെയർ ആയിട്ട് കണക്കാക്കുന്നത്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എ ചാർജ്ഡ് ബോഡി ലോസസ് ഇറ്റ്സ് ചാർജ് വെൻ കണക്റ്റഡ് ടു ദ എർത്ത് ബിക്കോസ് ദ എക്സസ് ചാർജ് ഫ്ലോസ് ടു ദ എർത്ത് വിച്ച് ക്യാൻ ഈസിലി അക്സെപ്റ്റ് ഓർ സപ്ലൈ ഇലക്ട്രോൺസ് മേക്കിംഗ് ദ ബോഡി ന്യൂട്രൽ. ഒരു ചാർജ് ചെയ്ത വസ്തുവിനെ ഭൂമിയുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിലെ അധികമുള്ള ചാർജ് ഭൂമിയിലേക്ക് ഒഴുകുന്നു. ഭൂമിക്ക് ഇലക്ട്രോണുകളെ എളുപ്പത്തിൽ സ്വീകരിക്കാനോ വിട്ടു നൽകാനോ കഴിയുന്നതിനാൽ ആ വസ്തു ഒരു ചാർജ് രഹിതമായിട്ട്, അതായത് ന്യൂട്രൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഭൂമിനെ റിസർവോയർ ആയിട്ട് പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് സോ ലാർജ് ആണ് ദാറ്റ് ഇറ്റ് ക്യാൻ അബ്സോർബ് ഓർ സപ്ലൈ എനി എമൗണ്ട് ഓഫ് ചാർജ് വിത്തൗട്ട് ഇറ്റ്സ് ഓവറോൾ ചാർജ് ചേഞ്ചിങ് നോട്ടീസബിളി. അതായത് ഭൂമി ചാർജുള്ള ഒരു ശേഖരമാണ്. ഭൂമി വളരെ വലുതായതുകൊണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള ചാർജ് പ്രകടമായ മാറ്റം വരാതെ തന്നെ ഏതളവിലുള്ള ചാർജിനെ സ്വീകരിക്കാനോ വിട്ടു നൽകാനോ സാധിക്കും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് മീൻ ബൈ ചാർജിങ് ആൻ ഒബ്ജക്റ്റ്? എന്താണ് വസ്തുവിനെ ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? ചാർജ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വസ്തുവിലേക്ക് ഇലക്ട്രോണിനെ മാറ്റുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോണുകളെ നീക്കം ചെയ്യുകയോ, അല്ലേ? വസ്തുവിലേക്ക് ഇലക്ട്രോണുകളെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്നും ഇലക്ട്രോണുകളെ നീക്കം ചെയ്യുകയോ ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് എന്താണ് ഒരു വസ്തുവിന് ഒരു നെറ്റ് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ ലഭിക്കും, അല്ലേ? ഇലക്ട്രോണുകൾ അവിടെ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇല്ല? അപ്പോൾ എന്ത് സംഭവിക്കുന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ലഭിക്കും. അതിനെയാണ് നമ്മൾ ചാർജിങ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ചാർജിങ്? അറിയാം, ചാർജിങ് ചെയ്യാനുള്ള മെത്തേഡ്സ് അതൊക്കെയാണ്. ഫ്രിക്ഷൻ ഉണ്ട്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ചാർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? ചാർജിങ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മീൻസ് ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺസ് ടു ഓർ ഫ്രം ദ ഒബ്ജക്റ്റ് സോ ദാറ്റ് ഇറ്റ് അക്യൂസ് എ നെറ്റ് ഇലക്ട്രിക് ചാർജ്, അതായത് ഐദർ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ. ചാർജിങ് ചെയ്യാനുള്ള മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. വസ്തുവിലേക്ക് ഇലക്ട്രോണുകളെ മാറ്റുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോണുകളെ നീക്കം ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ ആ വസ്തുവിന് ഒരു നെറ്റ് ഇലക്ട്രിക് ചാർജ് ലഭിക്കുന്നു, അതായത് പോസിറ്റീവോ നെഗറ്റീവോ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചാർജിങ് എന്ന് പറയുന്നത്. ചാർജിങ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്, രീതികൾ ഏതൊക്കെയാണ്? ഘർഷണം വഴി, ഇല്ലേ? അല്ലെങ്കിൽ കണ്ടക്ഷൻ വഴി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രേരണം വഴി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് നോർമലി ഓൺ എ യൂണിറ്റ് ഏരിയ ഈസ് ഗ്യാസ് പ്രഷർ. വാട്ട് ഫാക്ടേഴ്സ് അഫക്ട് ദ പ്രഷർ ഓഫ് എ ഗ്യാസ്? ഒരു യൂണിറ്റ് വിസ്തീർണത്തിൽ വാതകം സാധാരണയായി പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം എന്ന് പറയുന്നത്. വാതകത്തിന്റെ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് വാതകത്തിന്റെ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്നൊക്കെ പറയാം. ടെമ്പറേച്ചർ ഉണ്ട്, അല്ലേ? ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെന്താണ് ടെമ്പറേച്ചർ, അല്ലെ? ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെന്താണ് വോളിയം, അല്ലെ? വോളിയം ഉണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി ഹൗ ഡു ഈച്ച് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഗ്യാസ് പ്രഷർ? ഗ്യാസ് പ്രഷറിനെ ഈ ഫാക്ടേഴ്സുകളൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷറും ഇൻക്രീസ് ചെയ്യും, അല്ലേ? വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രഷർ അവിടെ എങ്ങനെയാണ്? കുറയുവാണ് ചെയ്യുന്നത്, അല്ലേ? ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രഷർ ഓൾസോ ഇൻക്രീസസ്. കണ്ടല്ലോ, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് പ്രഷറിനെ? ടെമ്പറേച്ചർ, വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഇത് ഓരോന്നും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷറും കൂടും, ഇല്ലേ? താപനില കൂടുമ്പോൾ മർദ്ദവും വർദ്ധിക്കുന്നു. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? പ്രഷർ അവിടെ കുറയുവാണ് ചെയ്യുന്നത്. വോളിയം കൂടുമ്പോൾ എന്താണ്? പ്രഷർ അവിടെ കുറയുവാണ് ചെയ്യുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ എന്താണ്? ഇൻക്രീസ് പ്രഷർ, അല്ലേ? പ്രഷർ അവിടെ കൂടും. കണികളുടെ എണ്ണം കൂടുമ്പോൾ മർദ്ദവും അവിടെ വർദ്ധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റബ്ബിംഗ് എ ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്. എക്സ്പ്ലെയിൻ ഹൗ റബ്ബിംഗ് എ ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക് പ്രൊഡ്യൂസസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് ഉപയോഗിച്ച് ഉരസുന്നതിലൂടെ സ്ഥിതവൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് ഉപയോഗിച്ച് ഉരസുന്നതിലൂടെ സ്റ്റാറ്റിക് വൈദ്യുതി എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു റബ്ബ് ചെയ്യുവാണെങ്കിൽ ഒരു ഗ്ലാസ് റോഡിനെ നമ്മളൊരു സിൽക്ക്, അല്ലേ? സിൽക്ക് ഉപയോഗിച്ച് റബ്ബ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്നിട്ട് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും, ഇല്ലേ? എന്നിട്ട് എന്താണ് ഒരു രണ്ട് ഒബ്ജക്റ്റിലും, അതായത് ഗ്ലാസ് റോഡിലും സിൽക്കിലും എന്താണ് ഓരോ ചാർജ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാണല്ലോ? അപ്പോൾ ഗ്ലാസ് റോഡ് സിൽക്ക് ഉപയോഗിച്ച് ഉരസുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇലക്ട്രോൺസ് അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് രണ്ട് വസ്തുക്കളും, അതായത് ഗ്ലാസ് റോഡിലും സിൽക്കിലും ചാർജ് ഉണ്ടാകുന്നു. ഒന്ന് പോസിറ്റീവ്, ഏതിനാണ് പോസിറ്റീവ് കിട്ടുന്നത്? ഗ്ലാസ് റോഡ്, അല്ലേ? ഗ്ലാസ് റോഡിന് പോസിറ്റീവ്. സപ്പോസ് ഇത് ഗ്ലാസ് റോഡ് ആണെങ്കിൽ അതിന് പോസിറ്റീവും, സിൽക്കിന് എങ്ങനെയാണ്? സിൽക്കിന് ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജുമാണ് വരുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് ആൻസർ. റബ്ബിംഗ് ദ ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക് കോസസ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ലീഡിംഗ് ടു എ ബിൽഡപ്പ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് ഓൺ ടു ഒബ്ജക്ട്സ്. വൺ പോസിറ്റീവ്, അല്ലേ? ഇതിനാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്, ഗ്ലാസ്സിനാണ്. മറ്റേതിന് എങ്ങനെയാണ്? നെഗറ്റീവ് ചാർജ് വരുവാണ് ചെയ്യുന്നത്. ഗ്ലാസ് റോഡ് സിൽക്ക് ഉപയോഗിച്ച് വരുത്തുന്നത് ഇലക്ട്രോണുകളുടെ കൈമാറ്റത്തിന് കാരണമാവുന്നുണ്ട്. രണ്ട് വസ്തുക്കളിലും സ്റ്റാറ്റിക് ചാർജ് ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നു. ഒന്ന് പോസിറ്റീവ്, അതായത് ഗ്ലാസ് റോഡിന് പോസിറ്റീവ്, സിൽക്കിന് എങ്ങനെയാണ്? നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ആൻ എക്സ്പെരിമെന്റ് എ നെഗറ്റീവ്ലി ചാർജ് റോഡ് ഈസ് ബ്രോട്ട് നിയർ എ ന്യൂട്രൽ സ്പിയർ. What happens to the electrons in the metal sphere? What happens in the following steps? എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സ്പെരിമെന്റ് ആണ്. നെഗറ്റീവ് ചാർജ് ചെയ്ത ഒരു ദണ്ട് ഒരു ന്യൂട്രൽ ഗോളത്തിന് സമീപം കൊണ്ടിരുന്നു. നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ദണ്ടാണ് കേട്ടോ. അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്പിയറിന് സമീപത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ എന്താണ്? വാട്ട് ഹാപ്പൻസ് ടു ദ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ സ്പിയർ? മെറ്റൽ സ്പിയറിലെ ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കും? സ്പിയറിന് എങ്ങനെയാണ്? നമുക്കറിയാം സ്പിയറിന് എന്താണ്? പോസിറ്റീവും നെഗറ്റീവും. ന്യൂട്രൽ ആണല്ലേ? പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉണ്ട്.
അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഒരു നെഗറ്റീവ് ചാർജ് ചെയ്ത ദണ്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നെഗറ്റീവ് ചാർജുള്ള ദണ്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു നെഗറ്റീവ് ചാർജുള്ള ദണ്ടാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നെഗറ്റീവ് ചാർജുള്ള ദണ്ട് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പോസിറ്റീവ് എല്ലാം ഇല്ലേ, പോസിറ്റീവ് എല്ലാം ഈ സൈഡിലോട്ട് പോകും. ഈ സൈഡിലോട്ട് എന്ത് വരും? നെഗറ്റീവ് വരും ഇല്ലേ. ഇലക്ട്രോണുകൾ എങ്ങനെയാണ് റിപ്പൽ ചെയ്ത് പോകും ഇല്ലേ. അതായത് ഗോളത്തിന്റെ മറുഭാഗത്തേക്ക് നെഗറ്റീവ് ചാർജ് പോവും, ഗോളത്തിന്റെ മറ്റേ ഭാഗത്തേക്ക് എന്താണ് പോസിറ്റീവ് ചാർജ് വരികയും ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി വാട്ട് ഹാപ്പൻസ് ദ ഫോളോയിങ് സ്റ്റെപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ദ ഫാർ സൈഡ് ഓഫ് ദ മെറ്റൽ സ്ഫിയർ ഈസ് എർത്തിഡ്. ലോഹഗോളത്തിന്റെ മറുവശത്ത് എർത്തിങ് ചെയ്യുക. നമ്മൾ ഇവിടെ എർത്തിങ് ചെയ്യുകയാണ്. എർത്തിങ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെയുള്ള എക്സസ് ഇലക്ട്രോൺസ് അല്ലേ, അതെന്ത് ചെയ്യും? എർത്തിലേക്ക് പോവും അല്ലേ. എർത്ത് കണക്ഷൻ ഈസ് റിമൂവ്ഡ് ആൻഡ് ദ ചാർജ്ഡ് റോഡ് ഈസ് ടേക്കൺ അവേ. ഇനി എർത്ത് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തു, എന്നിട്ട് ഈ ചാർജ് ചെയ്തിട്ട് റോഡ് നമ്മൾ മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഗോളത്തിന് ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് പോയി, നെഗറ്റീവ് ചാർജ് എല്ലാം ഇങ്ങോട്ട് പോയി, ഇത് മാറുകയും ചെയ്തു. ഈ ദണ്ട് നമ്മൾ മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ സ്പിയറിന് എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് ലഭിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ സ്പിയർ ആർ റിപ്പൽഡ് ഇല്ലേ. സ്പിയറിന്റെ കേസ് ഓർത്തണം കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുകയാണ് അല്ലേ. പോസിറ്റീവ് നെഗറ്റീവ് മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ സ്പിയർ ആർ റിപ്പൽഡ് ആൻഡ് മൂവ് ടു ദ ഫാർ സൈഡ് ഓഫ് ദ സ്പിയർ ഇല്ല. അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കുന്നുണ്ട്? പോസിറ്റീവ് എല്ലാം ഇവിടെ വരും, ദെൻ നെഗറ്റീവ് എല്ലാം എന്താണ് ഈ സൈഡിലോട്ട് പോകും, ലീവിങ് ദ നിയർ സൈഡ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഭാഗം എന്താണ്? പോസിറ്റീവ് ആയിരിക്കും ഇല്ലേ. ഈ ഭാഗം പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇനി എന്താണ്? എർത്തിങ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫാർ സൈഡ് ഓഫ് സ്പിയർ ഇൻ ദെൻ എർത്തഡ് എക്സസ് ഇലക്ട്രോൺ ഫ്ലോസ് ഫ്രം സ്പിയർ ടു ദ എർത്ത്. നമ്മളിത് എർത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ ഇല്ലേ ഇലക്ട്രോൺസ് എല്ലാം എർത്തിലേക്ക് പോകും അല്ലേ. അപ്പോൾ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നമ്മൾ ഈ ഇത് മാറ്റുക, ഇതും അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ഗോളമായിട്ട് മാറും. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. Far side of the sphere and then earth, the excess electrons flows from the sphere to the earth. Thus the metal sphere acquires a permanent positive charge. Metal sphere എങ്ങനെയാണ്? സ്ഥിരമായിട്ടുള്ള പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഈ എഴുതിയിരിക്കുന്ന. മലയാളം മീഡിയത്തിലെ കുട്ടികൾ നോക്കുക കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അനലൈസ് ദ ഫിഗർ ഡെമോൺസ്ട്രേറ്റിംഗ് ആൻ എക്സ്പെരിമെന്റ് റിലേറ്റഡ് ടു മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെന്റ് ആണ് അല്ലേ. ബാർ മാഗ്നറ്റ് ആണ്. പിന്നെ എന്താണ്? നമ്മൾ നെയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നോക്കുക കേട്ടോ. വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു മാഗ്നറ്റ്, ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ടല്ലേ, ഈ മാഗ്നറ്റിന്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിന് കാന്തികത അല്ലെങ്കിൽ മാഗ്നറ്റിസം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതായത് ഈ നെയിലിന് മാഗ്നറ്റിസം വന്നു, ഇതിന്റെ സാന്നിധ്യം മൂലം ഈ നെയിലിന് മാഗ്നറ്റിസം വന്നു. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് ഫിഗർ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. അല്ലേ, ഇവിടുത്തെ ഫിഗർ എന്താണ് നോക്കി വെച്ച് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞു തന്നിട്ട് ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കുക കേട്ടോ. നോർത്ത് സൗത്ത്, ഇതാ ഇവിടെ നോക്കിയേ. നെയിലിന് ഏത് വന്നു? സൗത്ത് ആണോ വരുന്നത്? നെയിലിനല്ല. അപ്പം ഇത് റോങ് ആണ്. എനിക്ക് നോർത്ത് സൗത്ത്, ഇതാ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് നോർത്ത് വന്നു. അട്രാക്ട് ചെയ്യണമെങ്കിൽ നോർത്ത് ചെയ്യണ്ട. അപ്പം ഇത് കറക്റ്റ് ആണ്. ഇവിടെ നോക്കിയേ നോർത്ത് സൗത്ത്. താഴോട്ട് നോക്കുക കേട്ടോ. താഴോട്ട് നോക്കണം. ഇത് നോർത്ത് സൗത്ത് ഉണ്ട്, പിന്നെ നോർത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ഇവിടെ ഓൾറെഡി എന്താണ് നോർത്ത് വന്നു, അപ്പോൾ അത് റോങ് ആണെന്നറിയാം. ഇനി കേസിൽ നോക്കിയേ നോർത്ത് സൗത്ത്, ഇവിടെ നോർത്ത് വന്നു, ഓക്കെ ആണ്. എന്താ ഇവിടെ പക്ഷേ നോക്കിയാൽ രണ്ടും സൗത്ത് വന്നു അല്ലേ. അപ്പം ഇത് റോങ് ആണ്. നോർത്ത് സൗത്ത്, ഇതാ ഇവിടെ വന്നപ്പോഴേ സൗത്ത് വന്നു, അപ്പം ഇതും റോങ് ആണ്. അപ്പോൾ ഏതാണ്? ബി ആണ് കേട്ടോ. ബി ആണ് കറക്റ്റ്. അതിൻ്റെ റീസൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൊളാരിറ്റി അല്ലേ. പൊളാരിറ്റി എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡിൽ എങ്ങനെയായിരിക്കും വരുന്നത്? പൊളാരിറ്റി എങ്ങനെയാണ്? പൊളാരിറ്റി അടുത്തടുത്ത ഭാഗത്ത് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും വരുന്നത്. നോർത്ത് ആണെങ്കിൽ അതിനോട് ചേർന്നിരിക്കുന്നിടത്ത് എങ്ങനെയായിരിക്കും? സൗത്ത് ആയിരിക്കും വരേണ്ടത്. മനസ്സിലായല്ലോ? ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. ദ ഫിനോമിന ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്യൂറിങ് മാഗ്നറ്റിസം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ് ഇല്ല, അതിനെയാണ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക പദാർത്ഥം കാന്തികത കൈവരിക്കുന്ന പ്രതിഭാസത്തിനാണ് നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിനാണ് കറക്റ്റ് ചിത്രം നമ്മൾ പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? The polarity of the magnet produced by induction will be like polarity at the farther end and unlike polarity at the nearer end. അടുത്ത എൻഡിൽ എങ്ങനെയായിരിക്കും? അൺലൈക്ക് ആയിരിക്കും. ഫാർദർ എൻഡിലായിരിക്കും ലൈക്ക് പൊളാരിറ്റി വരുന്നത് ഇല്ലേ. പ്രേരണാഫലമായി ഉണ്ടാകുന്ന കാന്തത്തിന്റെ ധ്രുവത അടുത്തുള്ള അറ്റത്ത് വിപരീത ധ്രുവതയും അകലെയുള്ള അറ്റത്ത് എങ്ങനെയായിരിക്കും? സമാനതയുള്ള ധ്രുവതയും ആയിരിക്കും. മനസ്സിലായല്ലോ? നോക്കി മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കുക. അടുത്ത നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ് ഈസ് ഗിവൺ ബിലോ. ബാർ മാഗ്നറ്റിന് ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അല്ലെ? എന്തൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകത? ടെക്സ്റ്റ് ബുക്കിലുള്ളതാണല്ലേ, നിങ്ങൾക്ക് അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല, പരസ്പരം ഖണ്ഡിക്കുകയല്ല. വെൻ ലൈക്ക് പോൾസ് ഓഫ് ടു മാഗ്നറ്റ്സ് കം ക്ലോസ്, ലൈക്ക് പോൾസ് ഒരുപോലെയുള്ള ധ്രുവങ്ങൾ അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ബെൻഡ് അവേ ഫ്രം ഈച്ച് അതർ, അല്ലെ? കാന്തിക മണ്ഡലങ്ങൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നുണ്ട്. ഇനി അൺലൈക്ക് പോൾസ് ആ വരുന്നെങ്കിൽ എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഗോ ഫ്രം ദ നോർത്ത് പോൾ ഓഫ് വൺ മാഗ്നറ്റ് ടു ദ സൗത്ത് പോൾ ഓഫ് അതർ. കാന്തികത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ, അതായത് അൺലൈക്ക് പോൾസ് അടുത്ത് വരുവാണെങ്കിൽ കാന്തിക മണ്ഡലരേഖകളുടെ പാത ഒന്നിന്റെ ഉത്തരധ്രുവത്തിൽ നിന്ന് അടുത്തതിന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കും ആയിരിക്കും. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രധാനമായിട്ടും മാഗ്നറ്റിസവും അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കണ്ടത്. എല്ലാം പഠിക്കുകയായിട്ട്, ഇതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. പഠിക്കുക, ഏത് വിധത്തിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ആൻസർ ഉണ്ടായിരിക്കും, അതൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് പഠിക്കട്ടോ കേട്ടോ. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്